എൻ്റെ പേര് ഷിജി വർഗീസ്. ഇത് സുബേഷ്. ഇത് ഏഞ്ചലീന. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. ഞങ്ങൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ദൈവം എനിക്ക് 9 മാസം മുമ്പേ എനിക്ക് തന്ന കുഞ്ഞാണിത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ദേവസ്വമിലേക്ക് സാർ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് കുഞ്ഞിനെ തന്നു. അത് 9 മാസം വരെയും എൻ്റെ വയറ്റിൽ വളർന്നു. 9 മാസം കഴിഞ്ഞ് കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു വയറ്റിൽ കിടന്നുകൊണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം തന്ന കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വയറ്റിൽ വെച്ച് തന്നെ മിക്യോണിയം, അതായത് കുഞ്ഞ് തന്നെ സ്റ്റൂൾ പാസ് ചെയ്തിട്ട് മുഴുവനുമായിട്ട് അത് ഇൻഫെക്റ്റഡായിട്ട് ഞാൻ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി. ഞാൻ പോയില്ല ഹോസ്പിറ്റലിൽ. ഒരു ദിവസം മുഴുവനും അതായത് വെനസ്ഡേ നൈറ്റ് മുതൽ എനിക്ക് പനി തുടങ്ങി. അന്ന് സാറിനെ എപ്പോഴും ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. എൻ്റെ മമ്മിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ സാറിനെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് സാർ എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. സാറിന് അത് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന്. പക്ഷേങ്കിൽ ആ 2 മിസ് കോൾ വന്നിട്ട് പോലും ഞാൻ ആൻസർ ചെയ്തില്ല. ഞാൻ ഇഗ്നോർ ചെയ്തു. കാര്യം ശരീരത്തിൻ്റെ ക്ഷീണം മൂലം ഞങ്ങൾ 2 പേരും കിടന്നുപോയി. വ്യാഴാഴ്ചയും പനി കൂടി, വെള്ളിയാഴ്ചയും പനി കൂടി. വ്യാഴാഴ്ച രാത്രി മുതൽ കുഞ്ഞിനെ അനക്കുമെന്ന് പറയുന്ന കാര്യമില്ല. ഞാനൊരു മെഡിക്കൽ സ്റ്റാഫാണ്. എൻ്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെങ്കിൽ വെള്ളിയാഴ്ച നൈറ്റ് ഒരു 12 മണിയായപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആവുകയും അപ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനും ഇടയായി. കടന്നു ചെന്നപ്പോൾ അന്ന് സാർ അമേരിക്കയിലാണുള്ളത്. ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ CTG നോക്കുമ്പോൾ അവരുടെയൊക്കെ മുഖം വളരെയധികം വിഷമസ്ഥിതിയിലാണ്. കാര്യം കുഞ്ഞിന് അനക്കമില്ല. ഒരു മിനിറ്റിൽ 5-6 നിമിഷം മാത്രമാണ് ഹാർട്ട് ബീറ്റ് ഉള്ളത്. അവരൊക്കെയും വിഷമിക്കുകയും ജ്യൂസ് തരുന്നു അനക്കം വരാൻ വേണ്ടി. ഒന്നിനും യാതൊരു മാറ്റവുമില്ല. ഉടൻ തന്നെ എന്നെ നോക്കിയ ഡോക്ടർ എന്നെ സിസേറിയൻ ചെയ്യുകയും അന്നേരം സാർ അമേരിക്കയിൽ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം ഞാൻ എന്നും വിളിക്കുന്നത് കാരണം. പക്ഷേ ഞാനിതൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ CS കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ വളരെയധികം സീരിയസ് ആണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. NICയിലേക്ക് കുഞ്ഞിനെ മാറ്റി എന്നെ വാർഡിലേക്ക് മാറ്റി. അത് കഴിയുമ്പോഴാണ് ഞാൻ NIC കുഞ്ഞിനെ കാണാൻ, അന്നൊന്നും എന്നെ കുഞ്ഞിനെ കാണിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ NICയിലേക്ക് കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ ഒറിജിനൽ ശ്വാസമല്ല എടുക്കുന്നത് കുഞ്ഞ്, അബ്നോർമൽ, അതായത് ഈ ലോകത്തിൻ്റെ മെഡിക്കൽ എത്തിക്സ് കൊടുക്കുന്നതായ ശ്വാസം, കംപ്ലീറ്റ് വെൻറ്റിലേറ്ററിലാണ് കുഞ്ഞ് ആയിരിക്കുന്നത്. അപ്പം റൗണ്ട്സിന് വന്ന ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഷിജി നിനക്കെല്ലാ സംഭവങ്ങളും അറിയാമല്ലോ. യെസ്. നീ ബിലീവ് ചെയ്യേണ്ട, നിൻ്റെ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന്. ആർ യു നേഴ്സ്? യെസ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം നിനക്ക് തന്നാൽ ഉണ്ട്. മെഡിക്കൽ എത്തിക്സിന് യാതൊരു റിസൾട്ട്സും ഇല്ല എന്ന് പറഞ്ഞു. അതായത് കാലിൻ്റെ ഉള്ളംകാലം മുതൽ തല മുഴുവനും ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ദൈവം ചെയ്യുന്നത് പോലെയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ ആ രാത്രി മുഴുവനും ആ NIC കിടന്ന് കരഞ്ഞ് ഒരു മനുഷ്യർക്ക് പോലും സമാധാനം കൊടുക്കാതെ ഒരു രാത്രി മുഴുവനും കരയുകയായിരുന്നു. ചൂടത്ത് ഉറങ്ങത്തില്ല. ഒരു സിപ്പ് പാല് പോലും അവൾ കുടിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് പോയിൻ്റ്. അപ്പം പാല് കുടിക്കാൻ എന്നോട് പറഞ്ഞ് നീ ഒന്ന് കുടിപ്പിച്ച് നോക്ക്. പാല് കുടിക്കുന്നില്ല. ബോട്ടിൽ മിൽക്കും കുടിക്കത്തില്ല. അപ്പോൾ അത് ഏറ്റവും വലിയ മൈനസ് പോയിൻ്റ് ആയത് കാരണം ഒരു രക്ഷയില്ല. കാര്യം 2 ദിവസത്തോളമായി കുഞ്ഞ് വെളി വന്നിട്ട് ഒന്നും കഴിക്കുന്നില്ല. അന്ന് 3.7 ഉള്ള കുഞ്ഞ് പെട്ടെന്ന് ഡൗൺ ആയി പോവുകയാണ്. ബ്ലാക്കിഷ് കളറ്, ഒരു വെയിൻ പോലും കിട്ടത്തില്ല കുത്താൻ വേണ്ടി. നോർമൽ സലൈനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു തരത്തിൽ കൂടെയും അവൾക്കൊരു
കുത്തിയാലോടൻ നീര് വയ്ക്കുക. അതുപോലെ ഒരു ഇതില്ല, ഒരു ശ്വാസം മാത്രം അവർ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം പോകുന്നുണ്ട്. ഞാൻ ഓടി ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് CS ചെയ്താണ്. ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും ഞാൻ മിണ്ടിയില്ല. അന്നേരം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവം തന്ന കുഞ്ഞാണ്, ഇത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തിരികെ തരിക, ഇല്ലയോ എനിക്ക് വേണ്ട, നീ തന്നെ എടുത്തോ എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന്, അന്ന് മൊബൈൽ അവിടെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, പക്ഷേ പാത്ത് ഞാൻ മൊബൈൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെളിയിൽ ഇങ്ങനെ നിന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, എന്താണ് സംഭവം എന്നൊന്നും പുള്ളിക്ക് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഉടനെ തന്നെ സാറിനെ ഞാൻ വിളിച്ചു. ആ ഒരൊറ്റ അടിക്ക് തന്നെ എന്നോട് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, മോളെ നീ ഓക്കെ ആണോ, കുഞ്ഞ് ഓക്കെ ആണോ? സാറിന് അറിയില്ല ഞാൻ ഡെലിവറി ആയെന്നോ സിസേറിനാണെന്നോ എൻ്റെ ടൈമിങ്ങോ ഒന്നും അറിയില്ല, നീയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എല്ലാം നടന്നു, പക്ഷെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇന്നതുപോലെയാണ്. അന്നേരം എന്നോട് പറഞ്ഞു, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റിനപ്പുറമായിട്ട് ഈ സാർ എന്നെ പ്രാർത്ഥിച്ച് ഞാൻ വാർഡിൽ നിന്ന് NICയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ ഓൾറെഡി 200 ml മിൽക്ക് ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു. അടുത്ത മിൽക്കിന് വേണ്ടി വെപ്രാളപ്പെടുകയാണ് കിടന്ന്. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു പാല് കൊടുക്കാൻ പാല് മിൽക്ക് അടുത്ത് തന്ന അമ്മ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ നിന്ന് കണ്ട് സന്തോഷിച്ചിട്ട് ഉടനെ എന്നോട് അവർ പറഞ്ഞു, നീ എന്തോ നേർച്ചയോ കാഴ്ചയോ എന്തോ ചെയ്തിട്ട് വന്നാണ്, അപ്പോൾ എന്നെ അറിയാവുന്ന ഫ്രണ്ട്സാണ്, എൻ്റെ കൂട്ടുകാർ തന്നെയാണ്, നീ എന്തോ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പം ഞാൻ പറയത്തില്ല എന്താണെന്ന്, എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ ഇത് മുഴുവൻ വിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നതായിരിക്കും എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അടുത്ത റൗണ്ട്സിന് വന്നു. അങ്ങനെ 10 ദിവസത്തോളം അവിടെ കിടക്കേണ്ടി വന്നു. അതായത് ഒരു സ്റ്റേബിൾ, അതായത് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്, അല്ലെങ്കിൽ അവർ പുറത്ത് വിടത്തില്ല. അവൾ ഓക്കെ ആയിട്ട് പോലും എല്ലാം റിമൂവ് ചെയ്തിട്ട് 10 ദിവസത്തോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം ഉണ്ടായിരുന്നു. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാത്രം, ഞാൻ സിംഗിളായിട്ടാണ് ആദ്യമേ പോയത് സൗദി അറേബ്യക്ക്. അപ്പോൾ അവിടെ പിന്നാണ് കല്യാണം കഴിഞ്ഞത്. എനിക്ക് മാത്രമേ മെഡിക്കലിൽ ഒരു ഇതുള്ളൂ, അതായത് മെഡിക്കൽ പരമായിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് ചികിത്സ. അപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കുഞ്ഞ് ക്യാഷ് പേഷ്യൻ്റ് ആണെന്ന് അറിയുകയാണ്. അന്നേരം ഒരു ദിവസത്തെ ചിലവെന്ന് പറയുന്നത് 25,000 രൂപയാണ് നാട്ടിലെ, അതായത് അവിടുത്തെ ചിലവ്. ഞാൻ സാറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്നതുപോലെ എക്സംപ്റ്റ് എന്നുള്ള ക്യാഷ് ആയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെന്നോട് പറയുന്നു പേ ചെയ്യാതെ കുഞ്ഞിനെ വിടുകയില്ലെന്ന്. സാറ് പറഞ്ഞു, അവർ ക്യാഷ് എന്ന് പറഞ്ഞോട്ട്, അവർ 50% എന്ന് പറഞ്ഞോട്ട്, അവരെത്ര % എന്ന് പറഞ്ഞോട്ട്, പക്ഷെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു ഈ ക്യാഷ് എന്നുള്ളത് എക്സംപ്റ്റ്, അതായത് ഒന്നും കൊടുക്കണ്ടാത്ത രീതിയിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 2.5 ലക്ഷം രൂപ ചിലവാക്കേണ്ട സ്ഥാനത്ത് 10 മാസത്തോളം കുഞ്ഞിന് പ്രായമാകുന്നു, ഒരു പൈസ പോലും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ചിലവാക്കിയിട്ടില്ല. അതാണ് എൻ്റെ സാക്ഷ്യം. അത്രയും ദൈവം അത് കഴിഞ്ഞിട്ട് എന്നു മുതൽ സാറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ, അതുപോലെ എൻ്റെ മമ്മിക്ക് വേണ്ടി ആക്സിഡൻ്റ് ആയിട്ട് മമ്മി എറണാകുളം മെഡിക്കൽ സെൻറ്ററിലായിരുന്നു, പിന്നെ ലൂർദിലേക്ക് മാറ്റി വെൻറ്റിലേറ്റർ, ഞാനും ഞങ്ങൾ രണ്ടും വന്നു കഴിയുന്ന ഉടനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുകയാണ്, ശവസംസ്കാരം നടത്തണം, അങ്ങനെയെല്ലാം പറഞ്ഞിരുന്ന മമ്മിയാണ്. ഇന്ന് വളരെ ദിവസവും ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ച്, ഇന്ന് മമ്മിക്ക് 1 വർഷമായി ആക്സിഡൻറ്റ് പറ്റിയിട്ട്, ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാത്ത രീതിയിൽ മമ്മി ഇന്ന് എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. മമ്മിക്ക് ബോധം വന്നപ്പം സാറിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. സാറ് കണ്ടു വ്യക്തമായിട്ട്. സാറ് തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കും, മമ്മി എഴുന്നേറ്റ് നടക്കും, മമ്മിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അത് പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും എൻ്റെ മിടുക്കോ സാമർഥ്യമോ എൻ്റെ കുടുംബത്തിൻ്റെ നന്മയോ പുണ്യമോ ഒന്നുമല്ല. ദൈവം സാറിൽ കൂടി പ്രവർത്തിച്ച്, സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാറിൻ്റെ കൂട്ടായ്മയ്ക്കും കൂട്ടുവിശ്വാസികൾക്കും സാറിനും ആയുസ്സും ആരോഗ്യവും അനേകം സ്ഥലങ്ങൾ, 10 സഭയല്ല 100 സഭയല്ല, കോടി ജനങ്ങൾക്ക് ദൈവം സാക്ഷിയാകുവാൻ എല്ലാ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. അതിനുവേണ്ടി ദൈവം
100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സാറിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ എല്ലാവരോടും, സൗദിയിൽ നിന്നല്ല, നാട്ടിൽ വന്ന് എൻ്റെ റിലേറ്റീവ്സിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ കടന്നു വന്നിട്ടുണ്ട് എൻ്റെ ഒരു അമ്മാവി. അവരൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ യാക്കോബ കുടുംബത്തിലാണ്. ആദ്യമായിട്ടായിരിക്കും എൻ്റെ കൂടെ ഞാൻ വിളിച്ചപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന വിശ്വാസം, എനിക്ക് കിട്ടിയ അത്ഭുതം, ഞാൻ ഈ ലോകമെങ്ങും എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ ഈ സാറിനെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ കുടുംബം മുഴുവൻ ഇപ്പം ദേവസ്വമൊക്കെ സാറിൻ്റെ ഒരു ഫാനായിട്ട് മാറിയിരിക്കുകയാണ്. അവരും എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും ദൈവത്തിനും സാറിനും സാറിൻ്റെ സഭയ്ക്കും ഏറ്റവും കടമപ്പെട്ടിരിക്കുന്നെന്ന് ഉള്ളതാണ് എൻ്റെ സാക്ഷ്യം. 9447460012 009505014925656. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടു. ദൈവം വചനമയച്ച് ചെയ്തതാണ്. എന്നിലൂടെ ദൈവം അത്രയും കാര്യങ്ങൾ വചനമായി ചെയ്തെന്ന് കേട്ടല്ലോ. സാധാരണഗതിയിൽ എന്നെപ്പോലെയുള്ള ഒരു ആത്മീയൻ പിന്നെ തൊട്ട് പുറകെ ചെയ്യാവുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഒരു 5000-10,000 ലക്ഷം വീതം മേടിച്ചുകൊണ്ടിരിക്കുക. എന്നിലൂടെ എനിക്ക് തോന്നുന്നത് ഒരു 10 ലക്ഷം ആളുകൾക്കെങ്കിലും ഇതിനോടകം ഇതുപോലുള്ള അത്ഭുത വിടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യനോട് ഇന്ന് വരെ കൈ നീട്ടിയിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇത്ര തന്നേര്, ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്ര തന്നേര് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആ കൊച്ചിനെയും കൊച്ചിൻ്റെ ഭർത്താവിനെയും അവർക്ക് കിട്ടിയ ദാനമായി കുഞ്ഞിനെയും കണ്ടില്ലേ? നിങ്ങൾക്ക് ഇപ്പം തന്നെ ചോദിച്ച് നോക്കാവുന്നതാണ്. 10 ലക്ഷത്തിലധികം വമ്പിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ദൈവമാണ്. വചനമയച്ച ദേവസ്വമുല്ലക്കരയോ എൻ്റെ കൂട്ടുകാരോ അല്ല. പണവും പ്രതാപവും ഒന്നും ഞങ്ങൾ പ്രതിഫലമായിട്ട് ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നരകശിക്ഷയാണ്. ഇത് വ്യക്തമായി അറിയുന്ന ഞാനൊക്കെ ഇത്രയധികം കാലം ഭൂതം പൊന്നു കാക്കുന്ന പോലെ ഈ ദൈവകൃപയെ സംരക്ഷിക്കുക. ഇതിനകത്തിരിക്കുകയാണ് വചനം. ആ വചനമാണ് അവൾക്ക് കുഞ്ഞിനെ കൊടുത്തതും മരണാസന്നയായ കുഞ്ഞിന് രക്ഷ കൊടുത്തതും എല്ലാം കൊടുത്തത് ഇതിനകത്തിരിക്കുന്ന ദൈവവചനമാണ്. 1 കൊരിന്ത്യർ 3:16 നീ ദേവാലയമാണെന്ന് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:19 നീ ദേവാലയമാണെന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 17:20 നീ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണ്, ദൈവരാജ്യം നിന്നോട് കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു നിൻ്റെ കൂടെ ഇരിക്കുന്നു എന്ന് എഴുതി. ഇതാണ് സത്യം. ആ സത്യത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിക്കുവാനും ആ സത്യമായ ക്രിസ്തുവിനെ ഇപ്പോഴും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും സൂക്ഷിക്കുവാനും കഴിയുന്നു എന്നതുകൊണ്ട് ഈ ക്രിസ്തു ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അതിന് വേദപുസ്തകം സഹായിക്കുന്നു. പണവും പ്രതാപവും ഞങ്ങൾ ആരോടും ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല എന്ന സത്യം കൂടി നിങ്ങൾ കേൾക്കെ ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. ഒന്ന് കൈകൾ കൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക.